ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഇന്ന് ചിന്തിക്കുന്ന ദൈവവചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ്. 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, കർത്താവോ വിശ്വസ്തൻ, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണാം. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നാം പലപ്പോഴും അവിശ്വസ്തനായിരുന്നപ്പോഴും കർത്താവ് വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകാൻ നമ്മെ സൂക്ഷിച്ച് നടത്തുന്ന കർത്താവിനെ നമുക്ക് എത്ര ഇഷ്ടവും സന്തോഷവുമാണ് ആ ദൈവത്തെ സ്തുതിക്കുന്നത്. സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമ്പത്തൊക്കെ ബാങ്കിൽ നമ്മൾ സൂക്ഷിക്കാറില്ലേ? ഒരാളുടെ കയ്യിൽ ഒരു സാധനം സൂക്ഷിക്കാൻ കൊടുക്കുന്നത് പോലെ അല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മളെ സൂക്ഷിക്കുക. എന്തിനാ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത്? അതെ, നമ്മളിൽ എന്തൊക്കെയോ നന്മകളുണ്ട്. കർത്താവ് തന്ന കൃപയുണ്ട്, കൃപാവരങ്ങളുണ്ട്, അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാ ശക്തിയുണ്ട്, ശുശ്രൂഷാവരങ്ങളുണ്ട്, പ്രാർത്ഥനാവരങ്ങളുണ്ട്, വിശ്വാസവരങ്ങളുണ്ട്, സ്നേഹമുണ്ട്, കരുതലുണ്ട്, ഇല്ലേ? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം കവർന്നുകൊണ്ട് പോകാൻ ശത്രുവാകുന്നവൻ നമ്മളെ പല നിലകളിലും പരിശോധിച്ച് വെല്ലുവിളിച്ച് കടന്നു വരും. എന്നാൽ അവിടെയെല്ലാം വിടുതൽ തരുന്ന ഒരു യേശു കൂടെയുണ്ട്. ആ കർത്താവാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. കാരണം കർത്താവിൻ്റെ ഉയരത്തിലെ പരിശുദ്ധാത്മ ശക്തിയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ഉയരത്തിലേതാണ് ഇതെല്ലാം. തന്നിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം ഉയരത്തിലേതാണ്, അല്ലേ? അപ്പോൾ ഉയരത്തിലെ കൃപകളെ നാം പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ ശത്രുവിന് അതൊട്ടും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതെങ്ങനെയും ഇല്ലാതാക്കി നമ്മളെ ഒന്നുമില്ലാത്തവരാക്കാൻ, അങ്ങനെ നമ്മൾ യാതൊരു വിലയുമില്ലാത്തവരാക്കി തീർത്ത് അവിശ്വസ്തരായി കർത്താവിനോടും പ്രാർത്ഥനയും ആരാധനയിലും ശുശ്രൂഷയിലും എന്ത് കാര്യത്തിൽ നമ്മളൊരു പിന്മാറ്റക്കാരനാകാനുള്ള വെല്ലുവിളിയാണ് നമ്മളോട് ശത്രുവാകുന്നവൻ പോരാടുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാവരും വിടുതൽ തരുവാനാണ് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശ്വസ്തനാണ് കേട്ടോ, ഞാൻ നിങ്ങളെ വിശ്വസ്തയോടെ കാത്ത് അന്ത്യം വരെയും സൂക്ഷിച്ച് നിങ്ങളുടെ ആയുസ്സുള്ള നാളുകളോ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. എല്ലാ നാളും കൂടെയുള്ള കർത്താവ് കൂടെയുള്ളതുകൊണ്ട്, അവൻ നമ്മളെ സൂക്ഷിച്ച് നടത്തുന്നത് കൊണ്ട് വിശ്വസിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.